ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. വേണുവേട്ടൻ രാധമ്മയോട് പറയുക, ഋതുമോളെ പോലൊരു മരുമോള് വേണമെന്ന് നീ സ്വപ്നം കണ്ടിട്ടില്ലേടി? സത്യത്തിൽ നീ മനസ്സിൽ മരുമകളായി വിചാരിച്ചുകൊണ്ടിരുന്നത് ഋതുമോളെ തന്നെ അല്ലയോ? എന്താ രാധേ നീ മറുപടിയൊന്നും പറയാത്തത്? അതേ, സാഹചര്യങ്ങളാ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്നത്. രമ്യയെക്കൊണ്ട് രാജുവിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ സാഹചര്യവും എൻ്റെ ആഗ്രഹവുമായിരുന്നു. അതൊക്കെ അങ്ങ് വിട് രാധമ്മേ, അതൊക്കെ വിധിയല്ലേ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എൻ്റെ പഴയ രാധയായി വരണം. എൻ്റെയും ഈ കുടുംബത്തിൻ്റെ വിളക്കായിരുന്ന രാധമ്മ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്ത് രാജുവിൻ്റെ വിവാഹത്തിന് മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ അങ്ങ് മറന്നേര്. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. എനിക്ക് ഒരപേക്ഷയേ ഉള്ളൂ നിന്നോട്. നീ ഇപ്പോൾ ഋതുമോളോട് പെരുമാറുന്ന പോലെ കൊച്ചമ്മണി നിൻ്റെ മകളോട് പെരുമാറിയാൽ നീ ക്ഷമിക്കുമോ? ഒരു മാലാഹ കുഞ്ഞാണ് നമ്മുടെ ഋതുമോള്. അതിനെ നീ വഴക്ക് പറയരുത്. ആ കുഞ്ഞിനെ നീ സ്നേഹിക്കണം. ഈ ജന്മത്തിൽ എനിക്കത് കഴിയില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നവരെ എനിക്ക് ഉറക്കവുമില്ല എന്നും പറഞ്ഞ് രാധമ്മ പെട്ടെന്ന് മൂപ്പിച്ചവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പാവം നമ്മുടെ വേണുവേട്ടൻ അത്രയും താണു കൊടുത്ത് രാധമ്മയുടെ മുന്നിൽ. അപ്പോഴും രാധമ്മയുടെ ഒരു അഹങ്കാരം നോക്കിക്ക്. ഈ സമയം രാജുവും ഋതികയും ബെഡ്റൂമിലിരുന്ന് ഓരോ ചർച്ച ചെയ്യുവാണ്. രാജു ഋതികയോട് പറയുന്നു, മേഡം, നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻ വരും. അപ്പോൾ നമ്മൾ പതറുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളാണ്. നമ്മൾ തളരുകയല്ല ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. ഇവിടെ നമുക്ക് രണ്ടുപേർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാരണം എതിരെ നിൽക്കുന്നത് അമ്മയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ രാജു ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് അങ്ങ് പോകാമെന്ന്. ഞാൻ ആലോചിച്ചിട്ട് ഇനി ആ ഒരു വഴിയേ ഉള്ളൂ. എന്തൊക്കെ നോൺസെൻസാണ് മേഡം ഈ പറയുന്നത്? മേഡത്തിന് ആലോചിച്ചിട്ട് ആ ഒരു വഴിയെ കണ്ടല്ലോ. മേഡത്തിന് എന്നെയോ എനിക്ക് മേഡത്തിനെയോ ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്തിനാ? നമുക്ക് മറക്കാൻ പറ്റുമോ? പറ്റില്ല രാജു. പിന്നെ പോസിബിൾ അല്ലാത്ത കാര്യം എന്തിനാ വെറുതെ പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നത്? എൻ്റെ അമ്മ ഒരു ദുഷ്ടയല്ലെന്ന് മേഡത്തിന് അറിയാമല്ലോ. എന്താ രാജു അങ്ങനെയൊക്കെ പറയുന്നത്? രാധമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു എന്നോട്. എന്തുകൊണ്ടാണ് രാധമ്മ ഇങ്ങനെയൊക്കെ മാറിയെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതാ മേഡം എനിക്കും ഒരു സമാധാനമില്ലാത്തത്. നമുക്ക് അമ്മയുടെ മനസ്സ് മാറാൻ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്താം. ചിലരുടെ സ്വാധീനം കൊണ്ട് അമ്മയുടെ മനസ്സ് മാറിയതാകാം. എന്തായാലും അമ്മയുടെ ഈ വാശി നമുക്ക് മാറ്റിയെടുത്തല്ലേ പറ്റൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രാജു? വെറും പാവമായ എൻ്റെ അമ്മയെ ഋതിക മേഡത്തിന് കയ്യിലെടുക്കാൻ പറ്റും. ഈ കയ്യിലെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലായോ? സിൻസിയറായിട്ട് സ്വാധീനിക്കുക, അത്രയൊക്കെ അതിന് മീനിങ് ഉള്ളു. ഈ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ അല്ല രാജു, ഞാൻ രാധമ്മയെ എപ്പോഴെങ്കിലും സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? അയ്യോ എൻ്റെ മേഡം, എനിക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത്. എൻ്റെ അമ്മയെ വശത്താക്കാൻ മേഡത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. രാജു രമ്യയെ കല്യാണം കഴിക്കണമെന്ന് രാധമ്മ വാശി പിടിച്ചതിൻ്റെ റീസൺ പലതരത്തിലുള്ള ഫിനാൻസ് പ്രോബ്ലം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ് ഇവിടെ ആവശ്യമുള്ള ഫണ്ട് എത്ര വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തന്നാലോ? ഓ ബെസ്റ്റ്. അപ്പോൾ അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഡൗരി. എനിക്ക് സ്ത്രീധനം വാങ്ങിത്തരാമെന്നല്ലേ മേഡം ഇപ്പോൾ പറഞ്ഞത്? അയ്യോ എൻ്റെ രാജു, ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. സ്ത്രീധനം എന്ന വാക്ക് തന്നെ തെറ്റല്ലേ രാജു? എന്നിട്ടാണോ മേഡം ഈ തെറ്റ് പറഞ്ഞത്? അയ്യോ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല രാജു. പ്ലീസ് രാജു, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാനിവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഓർത്തപ്പോൾ അതിന് വർമ്മ സാറിനോട് പറഞ്ഞ് എന്നെ നാണം കെടുത്താന്ന് കരുതി. വർമ്മ സാർ എന്ത് വിചാരിക്കും? ഇതിലും ഭേദം മേഡം എന്നെ അങ്ങ് കൊല്ലുമായിരുന്നു നല്ലത്. സോറി രാജു, എനിക്ക് അങ്ങോട്ട് അത്രയൊന്നും കടന്ന് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. ഇല്ല രാജു, പ്രോമിസ്. രാധമ്മയുടെ മനസ്സ് മാറ്റാൻ രാജു പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. എന്നാലേ അതിനുള്ള വഴി എന്താണെന്ന് മേഡം ആലോചിക്കും. എന്നാൽ ഇനി സമയം ഒരുപാടായി, നമുക്ക് കിടക്കാം എന്നും പറഞ്ഞ് രാജു ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിക്കുമ്പോൾ ഋതിക പറയുന്നു, രാജു ഞാൻ താഴെ കിടക്കാം, അതാ അതിൻ്റെ ഒരു മര്യാദ. എന്നാലേ ഇപ്പോഴിങ്ങനെ അങ്ങ് നടന്നു പോകട്ടെ, അതാണ് ഇതിൻ്റെ മര്യാദ എന്നും പറഞ്ഞ് രാജു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് താഴെ അങ്ങ് കിടക്കുവാണ്. പാവം ഋതിക ഇരുന്നുകൊണ്ട് ചിന്തിക്കുവാൻ, എനിക്ക് രാധമ്മയുടെ മനസ്സിൽ കയറി പറ്റാൻ കഴിയും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. സരസ്വതി അമ്മ അപ്പൂനെയും കെട്ടിപ്പിടിച്ച് രാത്രി കിടന്നിങ്ങനെ ഉറങ്ങുവാണ്. പെട്ടെന്ന് സരസ്വതി അമ്മയ്ക്കൊരു സ്വപ്നം വരുന്നുണ്ട്. അതായത് ഋതികയെ ആരോ രാത്രിയിലിട്ട് ഓടിക്കുന്ന, ഋതിക ഇങ്ങനെ ഭയന്ന് ഓടുന്നതാണ്. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് സരസ്വതി അമ്മ മോളേ എന്നിങ്ങനെ അലറി കരഞ്ഞുകൊണ്ടങ്ങ് എഴുന്നേക്കുവാണ്. ആ ശബ്ദത്തിൽ അപ്പൂ എഴുന്നേറ്റ്, എന്താ മുത്തശ്ശി, എന്താ മുത്തശ്ശി, പറ മുത്തശ്ശി. മോളെ, ഞാനൊരു ദുസ്വപ്നം കണ്ട്. എന്താ മുത്തശ്ശി പറ.
അതൊരു സ്വപ്നമല്ലേ, സാരമില്ല, മോള് കിടന്നോ എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ ആലോചിക്കുവാണ്. എന്തോ വലിയ ഒരാപത്ത് ഋതിക മോൾക്ക് വരുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി. സരസ്വതി അമ്മ ആകെ ഇങ്ങനെ സങ്കടത്തിലിരിക്കുവാണ്. രാവിലെ രാജു നല്ല ഉറക്കത്തിൽ കിടക്കുവാണ്. ഋതിക കുളിച്ച് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് കയ്യിലൊരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. രാജു രാജു എന്നിങ്ങനെ വിളിക്കുമ്പോൾ രാജു ഇങ്ങനെ പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റങ്ങ് ഇരിക്കുവാണ്. അല്ല, ഞാൻ എന്തുവായി കാണുന്നത്? എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാ? സാക്ഷാൽ ദേവിയോ? നല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കോഫിയായിട്ട് നിൽക്കുന്ന ഋതിയെ നോക്കി രാജു ഇങ്ങനെ അതിശയത്തോടെ നോക്കുവാണ്. എന്താ രാജു, ഞാൻ ദേവിയോ? അതെ, ഒരു 10-20 വയസ്സ് പ്രായം തോന്നിയ ഒരു ദേവി, ഒരു കൊച്ചു മഹാലക്ഷ്മി. രാജു വേണ്ട, ഒരുപാട് തള്ളണ്ട. അയ്യോ, ഞാൻ തള്ളിയതല്ല മാഡം, ഞാനേ രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ചു രാജു. ഋതികയെ രാജുവിനെ അങ്ങനെ എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. അവനങ്ങ് സന്തോഷത്തോടെ എഴുന്നേറ്റ് ഋതികയെ തന്നെ നോക്കിയിട്ട് ഒരു ചെറിയ റൊമാൻസോടെ സുന്ദരി സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്നുള്ള പാട്ട് നല്ല റൊമാൻസായിട്ട് അങ്ങോട്ട് പാടുവാണ് ഋതികയെ നോക്കി. ഋതിക നാണത്തോടെ പറയും, രാജു അയ്യോ മതി, ഞാനേ തുഷാരഹാരം ഒന്നും മാറിൽ ചാർത്തിയിട്ടില്ല. കൊച്ചു കള്ള, അപ്പം റൊമാൻസൊക്കെ അറിയാൻ രാജുവിന്. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ മാഡം, ഇത് റൊമാൻസ് പാട്ടല്ല, ഇതേ ഡിവോഷണൽ സോങ്ങാ. എന്താ രാജു പറയുന്നത്, ഡിവോഷണൽ സോങ്ങോ? എന്നാലേ ഭാര്യയെ നോക്കി ഡിവോഷണൽ സോങ് പാടുന്ന ഒരു മണ്ടനെ ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. അതിനെൻ്റെ ഭാര്യ ഒരു ദേവിയായി പോയതിന് ഞാനെന്ത് ചെയ്യാനാ? ആഹാ കൊള്ളാലോ, അപ്പം ലൈഫ് മുഴുവൻ എന്നെ ഒരു ദേവിയായിട്ട് തന്നെ കാണാനാണോ പ്ലാൻ? അതിനെന്താ ഇത്ര സംശയം? ദേവി തന്നെ. അത് കേട്ടത് ഋതിയെ അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ എന്ന് മേഡത്തിനെ കാണാൻ തുടങ്ങിയ അന്ന് മുതൽ മേഡം എൻ്റെ ദേവി തന്നെ, ഒരു ബാലഭഗവതി. രാജു വേണ്ട, എന്നെ ഒരു പിശാചാക്കി മാറ്റല്ലേ. ഋതിക ഒരു ചെറിയ നാണത്തോടെ രാജുവിനോട് പറയുക, എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലിമാല എന്തിൻ്റെ സിമ്പലാണെന്ന് അറിയാമല്ലോ എന്നും പറഞ്ഞ് ഒരു ചെറിയ നുള്ളൊക്കെ അങ്ങോട്ട് രാജുവിന് കൊടുത്തിട്ട് പറയുന്നത്, ചായ കുടിച്ചിട്ട് കപ്പവിടെ വെച്ചേരെ, ഞാനേ ഇന്നു മുതലൊരു പുതിയ ആളാകാൻ തീരുമാനിച്ചിരിക്കുക എന്നും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ വേണുവേട്ടൻ ഉറങ്ങി എണീറ്റ് 2 കൈയും എടുത്ത് തൊഴുതിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇന്നത്തെ ഒരു ദിവസം നല്ലതായിരിക്കണേ, ലോകത്തുള്ള എല്ലാവർക്കും നീ നല്ലത് വരുത്തണേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ ഒന്ന് ഓർക്കണേ എന്നിങ്ങനെ വേണുവേട്ടൻ പ്രാർത്ഥിച്ചിട്ട് നല്ല സ്മെല്ലിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ടല്ലോ അടുക്കളയെന്ന്. രാധ വെളുപ്പിനെ എഴുന്നേറ്റോ? ഇന്നലെ എന്നോട് പിണങ്ങി കിടന്നതാ, അവൾ അതൊക്കെ അങ്ങ് മറന്നു കാണും. ഓ അവിടെ ഒരു കാര്യം എന്നും പറഞ്ഞ് വേണുവേട്ടൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ്. രാധമ്മ ഒന്ന് സോപ്പിടാമല്ലോ എന്ന് കരുതി നമ്മുടെ വേണുവേട്ടൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ രാധമ്മ പോയിട്ട് രാധമ്മയുടെ പൊടി പോലും ഉടങ്ങുമില്ല. ഋതികയാണ് പാചകം ചെയ്യുന്നത്. അത് കണ്ടിട്ട് വേണുവേട്ടൻ അങ്ങ് സന്തോഷത്തോടെ, എൻ്റെ ദൈവമേ ഞാൻ എന്തുവായി കാണുന്നത്, എൻ്റെ മോളാണോ ഇന്ന് പാചകം ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് അങ്കിൾ. അയ്യോ, എൻ്റെ മോളെ കണ്ട സന്തോഷത്തിൽ ഗുഡ് മോർണിംഗ് പറയാനങ്ങ് മറന്നു. വെരി ഗുഡ് മോർണിംഗ് മോളെ. എന്നാലേ അങ്കിളിന് ഇഷ്ടപ്പെട്ട ചുക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഋതിക ചുക്കാപ്പി എടുത്ത് വേണുവേട്ടന് കൊടുക്കുന്നുണ്ട്. അങ്കിളെ ചുക്കും കുരുമുളകും തുളസിയിലയൊക്കെ ഇട്ടുണ്ടാക്കിയ കോഫിയാണ്. അങ്കിള് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? അയ്യോ എൻ്റെ പൊന്നു മോളെ പറയാനുണ്ടോ, സൂപ്പർ. രാവിലെ ഇതിനൊരു 1/2 കപ്പ് കാപ്പി അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോൾ ഉഷാറാകും മോളെ. എന്തൊരു സുഖമാണെന്നറിയാവോ? തൊണ്ടയ്ക്ക് നല്ല സുഖവും കിട്ടും, വയറിന് നല്ല വിശപ്പും കിട്ടും. ഇങ്ങനെ വേണം കുടുംബത്തിലെ കുട്ടികൾ എന്നും പറഞ്ഞ് വേണുവേട്ടനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇതാണ് വീടിൻ്റെ ഐശ്വര്യം. അതിരിക്കട്ടെ മോളെ, രാധമ്മ വന്ന് കണ്ടോ മോള് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇല്ലങ്കിളേ, അവൾ നേരത്തെ എഴുന്നേറ്റതാണല്ലോ, അപ്പോഴിങ്ങോട്ട് വന്നില്ലെങ്കിലേ ചിലപ്പോൾ കുളിക്കാൻ മറ്റോ ആയിരിക്കും. അവൾ വന്ന് കാണുമ്പോൾ സന്തോഷമായിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, ടുഡേ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും മസാലക്കറിയും. വാവൂ എന്നിങ്ങനെ സന്തോഷത്തോടെ പറയുവാണ് വേണുവേട്ടൻ. പുറകെ ഓരോന്നോരൊക്കെ വേറെയും വരുമല്ലോ. മസാല ദോശ, വെങ്കായ ഊത്തപ്പം, തൈര് വട, മസാല വട, രസവട, ഉഴുന്നുവട. അയ്യോ എൻ്റെ അങ്കിളെ, എന്നെ കളിയാക്കാതെ. പാചകത്തിൽ ഞാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ല. ഇങ്ങനെയൊക്കെ അല്ലേ മോളെ എക്സ്പെർട്ടാകുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധമ്മ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് വേണുവേട്ടൻ ചിരിച്ചോണ്ട്, രാധമ്മേ നീ കണ്ടോ ആരോ അടുക്കളയിൽ നിൽക്കുന്നതെന്ന്? ഇന്നത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കിയത് ആരാന്നറിയാവോ? നമ്മുടെ ഋതുമോളാ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാവോ? പൂരിയും മസാലയും. രാധമ്മ അത് കേട്ടിട്ട് ഒരു ഭദ്രകാളിയെ പോലെ, എന്താ ഇതൊക്കെ? ആര് പറഞ്ഞ് അടുക്കളയിൽ കയറാൻ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ അടുക്കളയിൽ കയറിയതെന്ന്? രാധമ്മേ എന്നിങ്ങനെ ദയനീയമായിട്ട് വിളിക്കുവാണ് ഋതിക. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയാം, അതെന്താ ഋതുമോൾക്ക് അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് വല്ലതും ഉണ്ടോ? ഈ വീട്ടിലെ പെണ്ണുങ്ങളാണ് അടുക്കളയിൽ കയറേണ്ടത്. അതെന്ത് വർത്തമാനമാണ് രാധമ്മേ നീ പറയുന്നത്? ഋതുമോൾ ഈ വീട്ടിലെ അല്ലേ?
എനിക്കറിയില്ല, നിനക്കറിയില്ലെന്നോ? വേണ്ടേ, മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാ നിന്റെ ഭാവമെങ്കിൽ ഇത് വലിയ പ്രശ്നമാവുമേ. മരുമകൾ അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കുമ്പോൾ അഭിനന്ദിക്കുന്നതിന് പകരം വഴക്ക് പറയുവാണോ? ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ചെലവാക്കാനേ ഇത് മന്ത്രിയുടെ കൊട്ടാരമല്ല, രാജകൊട്ടാരമല്ല. ഇതേ മന്ത്രിയുടെ ആയിട്ട് ജോലി ചെയ്യുന്നൊരു സാധാരണക്കാരനെ ചെറുക്കൻ്റെ വീടാ. രാധമ്മേന്ന് വിളിച്ച് വീണ്ടും ഋതിക കരയുന്നുണ്ട്. മന്ത്രിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ചെറുക്കൻ്റെ വീട്ടിലെന്താ പാചകം ചെയ്താൽ പറ്റത്തില്ലയോ എന്ന് വേണുവേട്ടൻ ചോദിക്കുമ്പോൾ രാധമ്മ പറയാ, കടയിൽ പോയി അന്വേഷിച്ചാൽ അറിയാം ഓരോ സാധനങ്ങളുടെയും വില. തേങ്ങയ്ക്കും സവാളയ്ക്കും ഒക്കെ പൊന്നിൻ്റെ വിലയാ. രാധമ്മയുടെ അട്ടഹാസവും ബഹളമൊക്കെ കേട്ടിട്ട് ജയനും പ്രിയയും വന്നവിടെ നിൽക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് കൊച്ചമ്മണി ഒളിച്ച് നിൽക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് അമ്മയുടെ വലിയ ഒച്ച കേൾക്കുന്നല്ലോ എന്ന് കരുതി രാജു അങ്ങോട്ട് വരുന്നു. എന്താ ഇവിടെ മേഡം? ആരും ഒന്നും മിണ്ടുന്നില്ല. അച്ഛാ പറ, എന്താ ഇവിടെ? എടാ മോനെ, ഋതുമോള് രാവിലെ അടുക്കളയിൽ കയറി ആഹാരം പാചകം ചെയ്തു, പൂരിയും മസാലക്കറി ഉണ്ടാക്കി. അതിനൊന്നിനും നിന്റെ അമ്മയുടെ പെർമിഷൻ വാങ്ങിയില്ലെന്ന്. അതുമാത്രവുമല്ല, ഇത്ര ധാരാളിത്തമായിട്ട് ഇവിടെ ചെലവാക്കാനേ ഇത് മന്ത്രി കൊട്ടാരമോ രാജകൊട്ടാരമോ ഒന്നും അല്ലെന്ന്. ഇതൊക്കെ നിന്റെ അമ്മയുടെ പുതിയ കണ്ടുപിടുത്തങ്ങളാ. എന്താ അമ്മ ഇത്? ഋതിക മേഡത്തിന് ഇവിടുത്തെ അടുക്കളയിൽ കയറിക്കൂടായോ? ആഹാരം ഉണ്ടാക്കിക്കൂടെ? എന്താ ഞാൻ ചോദിച്ചതിന് അമ്മയ്ക്ക് മറുപടിയില്ലേ? കണ്ണും തുറിച്ചുകൊണ്ട് നമ്മുടെ രാധമ്മ ചാടുവാണ് രാജുവിൻ്റെ നേരെ. എന്താടാ, നീ എന്നെ വിചാരണ ചെയ്യുവാണോ? അമ്മ ചെയ്യുന്നതിനൊന്നും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കേൾക്കുന്നതെല്ലാം ഞാനങ്ങ് വിഴുങ്ങുക. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ അമ്മയെ ജീവനായതുകൊണ്ട് എന്ന് വെച്ച് എൻ്റെ വീക്ക്നെസ് അമ്മ ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. എന്നാൽ പിന്നെ നീ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യടാ. അമ്മേ, കാര്യം ചോദിക്കുമ്പോഴേ ഇങ്ങനെ വയലൻ്റായിട്ടോ ഇമോഷണലായിട്ടോ ഒരു കാര്യവും ഇല്ല. അമ്മയുടെ ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ തീരുമാനിച്ച കാര്യം നടക്കാതെ വന്നപ്പോൾ അമ്മ കണ്ണുമടച്ച് ഋതിക മേഡത്തെ അങ്ങ് എതിർക്കുക, എന്തിനും ഏതിനും വെല്ലുവിളിക്കുക. അമ്മയോട് ഞാൻ വീണ്ടും പറയുക, അമ്മയുടെ തീരുമാനം നടക്കാതെ വന്നതിൽ മേഡമല്ല കാരണക്കാരി. ഞാനാണ് അതിന് ഉത്തരവാദി. ഞാനാണ് ഋതിക മേഡത്തെ കല്യാണം കഴിച്ചത്. എന്നാലേ ആ കല്യാണം ഞാൻ അംഗീകരിച്ചില്ലെങ്കിലോ, അമ്മ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമാകും. എന്ന് വെച്ച് അമ്മയുടെ ഇത്തരം പിടിവാശികൾക്കൊന്നും വഴങ്ങിത്തരാൻ ഞാൻ തയ്യാറല്ല. ഞാൻ താലി കെട്ടിയ പെണ്ണിനെ പടികടത്തി വിടാനൊന്നും എന്നെ കിട്ടില്ല. അവളുടെ കയ്യും പിടിച്ച് ഞാനങ്ങ് പുറത്തോട്ട് പോകും. രാജു അങ്ങനെ പറഞ്ഞത് രാധമ്മയ്ക്ക് പ്രാന്തളകിയതുപോലെ. എന്തു പറഞ്ഞതാ നീ? മാറി നിൽക്കടി എന്നും പറഞ്ഞ് ഋതികയെ പിടിച്ചൊരൊറ്റ തള്ളു. എന്നിട്ട് ഋതിക ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം വാരി തറയിലിട്ട് എറിയുവാണ്. അമ്മേ എന്തോയി കാണിക്കുന്നേന്ന് പറഞ്ഞ് പ്രിയയെല്ലാം കയറി പിടിക്കുന്നുണ്ട്. ഇവിടെ ഈ 4 വിധമൊന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അലറുവാണ് രാധമ്മ. എടീ, നീ എന്താടീ കാണിച്ചത് എന്നും പറഞ്ഞ് വേണുവേട്ടനെ അടിക്കുകയും രാധമ്മയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛാ പിടിവിടച്ച എന്നും പറഞ്ഞ് രാജു കിടന്ന് പിടിക്കുവാണ്. രാധമ്മ കലിയളയിക്കൊണ്ട് പറയുക, നിങ്ങൾ എൻ്റെ നേരെ കയ്യോങ്ങിയില്ലേ? ഇന്നലെ വന്നു കയറി ഇവക്ക് വേണ്ടി നിങ്ങളെൻ്റെ കഴുത്തിന് പിടിച്ച് നിങ്ങളെന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചില്ലേ? മര്യാദയോട് കാണിച്ച നിന്നെ ഞാൻ തല്ലിക്കൊല്ലുപടി. പെട്ടെന്ന് രാധമ്മ ഋതികയുടെ അടുത്തോട്ട് ചെന്നിട്ട് ഋതികയെ പിടിച്ച് വലിച്ച് പറിച്ചിട്ട് പറയുന്നു, നിനക്ക് മതിയായില്ലേടി? ഇവിടെ ചോരക്കളം ആക്കിയിട്ടേ നീ അടങ്ങത്തുള്ളൂ. നശിച്ചവളെ, നിന്നെ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാൻ മരിക്കാൻ പോവാ എന്നും പറഞ്ഞ് രാധമ്മയോടെ കിടന്ന് അഭിനയിച്ചിട്ട് പോടുവാണ്. അമ്മയെന്ന് പറഞ്ഞ് രാജുവും പ്രിയ എല്ലാം പുറകിന് ഓടുന്നുണ്ട്. ഋതിക സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് രാജുവിനെ നോക്കിയിട്ട് അകത്തോട്ട് ഓടുവാണ്. അത് കണ്ട് പേടിച്ച് രാജുവും വേണുവേട്ടനും പുറകെ ഓടുക. മേഡം, മോളെ എന്നും പറഞ്ഞ് വേണുവേട്ടനും ഓടുവാണ്. ചെതറിക്കിടക്കുന്ന പൂരിയും മസാലക്കറിയും കണ്ട് ജയൻ അവിടെ നിന്ന് വിഷമിക്കുക. ദൈവമേ, ഇന്നിനി രാവിലെ എന്തോ കഴിക്കും? ഇതെങ്ങനെ എടുത്ത് കഴിക്കും? രാധമ്മയുടെ പുറകിന് പ്രിയ ഓടുന്ന. അമ്മ ഇത് എവിടെ പോവാ? വിടടി എന്നെ, ഞാൻ എവിടെങ്കിലും പോവുക. വിടടി എന്നെ, ഞാൻ ഏതെങ്കിലും റെയിൽപ്പാളത്തിലോ എവിടെയെങ്കിലും പോയി എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അമ്മ അങ്ങനെ പോയാൽ എനിക്ക് പിന്നെ ആരാമ്മ ഉള്ളത്? ശ്രീലക്ഷ്മിയുടെ കാര്യവും അമ്മ മറന്നോ? എനിക്കും ശ്രീക്കും പിന്നെ ആരാമ്മ ഉള്ളത്? നിനക്ക് മഹാനായ ഒരച്ഛനും മന്ത്രിയുടെ മകളും ഒക്കെ ഉണ്ടല്ലോ. ഇനി മുതൽ നിങ്ങൾക്ക് അവരൊക്കെ മതി. എന്തൊക്കെ അമ്മ ഈ പറയുന്നേ? അമ്മ ഇങ്ങോട്ട് വന്നേ. ഞാൻ വരുത്തില്ലെന്നല്ലേ പറഞ്ഞത്? നീ കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളും ഒന്ന് മുഷിഞ്ഞു പോലും ഒരക്ഷരം നിങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങേരിപ്പോൾ എന്നെ തല്ലാൻ തുടങ്ങി. ഇതൊന്നല്ല, 2ാമത്തെ പ്രാവശ്യമാണ്. അതിന് അച്ഛൻ അമ്മ തല്ലിയതും ഒന്നും ഇല്ലല്ലോ, കയ്യൊന്നോങ്ങി, അത്രയല്ല ഉള്ളു. എനിക്കതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ആ പെണ്ണ് എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി ഇവിടുത്തെ പ്രശ്നം. എനിക്ക് മടുത്തു. ഞാൻ എവിടെങ്കിലും പോയി മരിക്കട്ടെ, വിടടി എന്നെ എന്നും പറഞ്ഞ് രാധമ്മ പുറത്തോട്ട് പോകാനൊരുങ്ങുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്.
കാറിൽ നിന്ന് സരസ്വതിയമ്മയും അപ്പുവാണ് ഇറങ്ങി വരുന്നത്. അത് കണ്ട് രാധമ്മയും പ്രിയ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രിയ പെട്ടെന്ന് രാധമ്മയോട് പറയാം, എൻ്റെ അമ്മേ, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവരറിയല്ലേ. സരസ്വതിയമ്മയെ അപ്പു ഇങ്ങനെ നോക്കിയിട്ട് അവർക്കും എന്തോ മനസ്സിലായി, ഇവിടെ എന്തോ പന്തികേടുണ്ടെന്ന്. അവരും ഇങ്ങനെ നോക്കുവാണ്. രാധമ്മയും പ്രിയയും ഇങ്ങനെ മിഴിച്ചു നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സരസ്വതി അമ്മ അങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ രീതികളൊക്കെ തലകീഴാ മാറാൻ പോവാണ്. രാധമ്മ ഇനി പെട്ടെന്ന് ഋതികയെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും. ആ അഭിനയം ചിലപ്പോൾ യഥാർത്ഥ സത്യമായി മാറും. രാധമ്മ പഴയതുപോലെ ഋതികയെ സ്നേഹിക്കും. ഋതികയുടെ പേരിലുള്ള സ്വത്തുക്കളുടെ കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ കൊച്ചമ്മണിയും ജയനും പ്രിയയും കണ്ണു തെള്ളും. ആ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യണേ.